എവിടെ പോന്നു? എവിടെ പോന്നു? നിക്കടെ വിടരുതവളെ. അവള് നിക്കടെ ഓടിക്കോ. ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെയാ. വാ. എന്നെ കൊണ്ടാക്കിയത് ഈ മുറിയിലാ. എന്നിട്ട് അവനെവിടെ? അവിനാഷ് ഇവിടെങ്ങും അവനെ കാണാനില്ലല്ലോ. അതാ ഞാനും ഇപ്പൊ ഓർത്തെ. നീ ഇപ്പൊ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. അയ്യോ, ഞാൻ പറയുന്ന സത്യമാ. ഇവിടെയാ അവൻ എന്നെ കൊണ്ട് എത്തിച്ചത്. ഞാന് ഇവിടെ. ശരി, അതൊക്കെ. പക്ഷേ ഒന്ന് നീ ഇപ്പൊ പറയണം, എന്തിനാ നീ ഇത് ചെയ്തത്? അവിനാഷാണോ നിന്നെ അമരാവതിയിൽ നിന്ന് കടത്തിയത്? അല്ല. പിന്നെ? എനിക്കറിയണം സത്യം എന്താണെന്ന്. ദാ നോക്ക്. എനിക്കറിയേണ്ടത് ഇതിനു മുൻപുള്ള കഥയാണ്. ആരുടെ ബുദ്ധിയായിരുന്നു അമരാവതിയിൽ നിന്നുള്ള നിന്റെ ഒളിച്ചോട്ടം? പറയാം. നിന്നെ ഞാൻ രക്ഷിക്കും. ജ്യോതി, ജ്യോതി, എന്താ മമ്മി? ഞാൻ ഇതിനകത്താക്കിയിട്ടുണ്ട്. വാ. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല.
അവൻ വീണ്ടും വന്നു. പിന്നെ ഞാൻ തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് ബാധ്യതയുണ്ടോ? നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല DK. അവൻ ഇനിയും വരും. എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കും. എന്നെ വിട്ടേക്ക് DK. ഉറപ്പുള്ള വാക്ക് മാത്രമേ DK ആർക്കും നൽകാറുള്ളൂ. എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചിട്ട് ഓടിപ്പോകാൻ ഞാൻ ഇന്നുവരെ ആരെയും അനുവദിച്ചിട്ടില്ല. അത് നിനക്കും ബാധകമാണ്. ഈ നിമിഷം നീ എന്റെ കൂടെ വന്നേ പറ്റൂ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനി നിനക്ക് പറയാനുള്ളതെല്ലാം മെഹന്തിയുടെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കാം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്യിച്ചിട്ടും ഞാൻ തിരിച്ചു കയറി. നിങ്ങളുടെ സ്വാധീനത്തിനും മുകളിൽ, വളരെ വളരെ മുകളിൽ. നിങ്ങൾക്കെന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ DK? കണ്ടോ കണ്ടോ, ആ മൂക്കിൻ തുമ്പിൽ രോഷം അങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. പക്ഷെ രക്ഷയില്ല. അതങ്ങ് കടിച്ചിറക്കുകയേ രക്ഷയുള്ളൂ. ആ, ഇനി നിങ്ങളുള്ള കൊണ്ടുക്കോ. കുറച്ച് സമയമെങ്കിലും ഇവളും ഞാനും ഒരേ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, എനിക്കത് മതി. ഇവളെ കടത്തിയതിന്റെ പേരിൽ നിങ്ങൾ എന്റെ ദേഹത്ത് കൈവച്ച ഈ വേഷത്തിൽ നിങ്ങളെ ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. ആ, പിന്നെ ഇവളുടെ അനിയത്തി. ഞങ്ങളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ ഇടപെട്ട ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടി ഞാൻ അവളെ എന്റെ രണ്ടാം ഭാര്യയാക്കും. നിങ്ങൾ ഹീറോ ആണെങ്കിൽ ഞാൻ വില്ലനാണ്. ഹേ, വെരി ബാഡ് വില്ലൻ. നല്ല വില്ലനാണെങ്കിൽ നീ നായകനെ ഇപ്പൊ തിരിച്ചടിക്കണം. അടിക്കടാ. നീ ഇപ്പോ യൂണിഫോമിലല്ലേ? യൂണിഫോമിൽ ഡ്യൂട്ടിയിലുള്ളൊരു പോലീസ് ഓഫീസറെ തല്ലിയതിന് നിനക്ക് എന്റെ പേരിൽ കേസെടുക്കാം. എന്താ ധൈര്യമുണ്ടോ നിനക്കതിന്? ഉണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം. പറ്റുമെങ്കിൽ ദാ എന്റെ ഈ കൈകളിൽ വിലങ്ങ് വയ്ക്കാം. എന്താ ധൈര്യമില്ലേ? എടാ, ആണിന്റെ ശൗര്യം കാണിക്കേണ്ടത് പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ടല്ല. നിയമം സംരക്ഷിക്കാൻ കടമയുള്ളവൻ തന്നെ അത് ലംഘിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതുപോലെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഇനി ഒരു തവണ കൂടി ഈ ചെറ്റത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ശരീരത്തിൽ ഈ യൂണിഫോം അല്ല, തല തന്നെ ഉണ്ടാവില്ല. നാട്ടുകാർ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്ന DK നിനക്കറിയാം. പക്ഷേ നിനക്കറിയാത്തൊരു DK ഉണ്ട്. ഈ കോട്ടിനും കണ്ണടയ്ക്കും പിന്നിലെ പഴയ DK. He was a devil. Mind it.
ഇത്രയും കാലം സ്വന്തം അമ്മയെ പോലെ ഞാൻ അവളെ നോക്കി. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവളെ തകർത്ത് കളഞ്ഞല്ലോ. രണ്ടാനമ്മയായിട്ടല്ല, പെറ്റമ്മയായിട്ട് തന്നെയാണ് ഞാൻ അവളെ വളർത്തിയത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും അവള് കാരണം അപമാനിക്കപ്പെട്ടില്ലേ? അതോർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം. നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. എന്റെ മോൻ അവളെ തിരികെ കൊണ്ടുവരും. തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തിനാ? അതിനേക്കാൾ നല്ലത് ഈ മെഹന്തി ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതാ. അത് ശരിയാ. ഇവൾക്ക് പകരം മറ്റൊരു പെണ്ണിനെ ഡി കെക്ക് ആലോചിക്കുകയും ചെയ്യാം. അതെന്ത് ന്യായം? ആദ്യം ഞങ്ങളുടെ മോളെ തിരിച്ചു കൊണ്ടുവരട്ടെ. സംഭവിച്ച എന്താന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് ആലോചിക്കാം. ക്യാൻസൽ ചെയ്യുന്നതും പുതിയ കല്യാണം ആലോചിക്കുന്നതും ഒക്കെ. അതുകൊള്ളാം. ഈ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചു പോയവളെ വീണ്ടും സ്വീകരിക്കാനോ? അത്രയ്ക്ക് വിലയില്ലാത്ത ആളാണോ ടി കെ? തൽക്കാലം ഈ ചടങ്ങ് മാറ്റിവെക്കുന്നത് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. മെഹന്തി ദിവസമല്ലേ ആയിട്ടുള്ളൂ. കല്യാണത്തിന്റെ ദിവസം തന്നെ പെണ്ണ് ഒളിച്ചോടി എന്ന പേരുദോഷം കേൾക്കേണ്ടി വന്നില്ലല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. എന്തായാലും ഡി കെ വരട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. പക്ഷേ അതിന് ജ്യോതി മാത്രമാണ് കാരണമെന്ന് പറയാറായിട്ടില്ലല്ലോ. ഇതുപോലുള്ള സംഭവങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ട്. കുറച്ചു ദിവസം നാട്ടുകാരും ബന്ധുക്കളും അതിനെക്കുറിച്ച് സംസാരിക്കും, പിന്നെ അതൊക്കെ അങ്ങ് മറക്കും. ജ്യോതി മാത്രമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. അമ്മ അവളെ എങ്ങനെ ന്യായീകരിച്ചാലും ഇനി ഈ മെഹന്തി ഫംഗ്ഷൻ നടക്കാൻ പോകുന്നില്ല. നടക്കും. വരൂ. ചേച്ചി, ജ്യോതി, നീ എന്തായി കാണിച്ചത്? എങ്ങോട്ടാ നീ ഓടിപ്പോയത്? പറയടി. അത് മമ്മി. മോളെ, ഇത്രയ്ക്ക് വലിയ മുറിവ് നീ ഞങ്ങൾക്ക് തരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? എന്തിനാ മോളെ നീ ഞങ്ങളെങ്ങനെ തീറ്റിച്ചത്? അമ്മ എന്നോട് ക്ഷമിക്കണം. എല്ലാം ഞാൻ പറയാം. ഇപ്പോഴല്ല, പിന്നീട്. അതുവരെ എന്നോടൊന്നും ചോദിക്കരുത്, പ്ലീസ്. ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ നീ ഈ അമരാവതിയിലുണ്ടാകണം, എന്നും എന്റെ മരുമകളായിട്ട്. ആ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. തൽക്കാലം ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. മെഹന്തി ചടങ്ങ് ഇപ്പൊ തന്നെ നടത്താനാ എന്റെ തീരുമാനം. അമ്മേ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. മെഹന്തിയിടൽ ചടങ്ങ് നടക്കട്ടെ. മോളോടെ നിൽക്കും.
ബേട്ട ഈ മെഹന്തി കൊണ്ട് ജോജോയുടെ കയ്യിൽ നിന്റെ പേരെഴുത്. സിതാരേ, ഞാൻ വിളിച്ചപ്പോ നീ വരില്ലെന്നല്ലേ പറഞ്ഞത്? DK വിളിച്ചു, വണ്ടിയും അയച്ചു, അതുകൊണ്ടാ ഞാൻ വന്നേ. മോനെ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അത് കലക്കി. DK ഇവൾക്ക് തിരിച്ചു പണി കൊടുത്തു. ഇത് ചതിയാ. എന്റെ മോളെ വിവാഹം കഴിക്കാന്ന് വാക്ക് നൽകിയിട്ട് ഇപ്പൊ വേറൊരു പെണ്ണിനെ കെട്ടാൻ പോന്നോ? ഞാനിത് സമ്മതിക്കില്ല.
കല്യാണം തീരുമാനിച്ചത് എന്റെ മോള് ജ്യോതിയായിട്ടാ, അല്ലാതെ ഈ കുട്ടിയായിട്ടല്ല. വാക്ക് തെറ്റിക്കുന്നവരോട് ക്ഷമിക്കുന്ന ശീലം എനിക്കില്ല. ഇനി ഇവളാണ് എന്റെ ഭാര്യ. അമ്മയ്ക്ക് മരുമകൾ, മരുമക്കളായ നിങ്ങൾക്ക് നല്ലൊരു അമ്മായിയമ്മ.